ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നിറവെക്കാൻ സഹായിക്കുന്ന നല്ലൊരു സെറം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടും. രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ട്രൈ ചെയ്ത് പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ ട്രൈ ചെയ്യാണ്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വേറെയുണ്ട്. അതിപ്പോൾ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബ്യൂട്ടി ടിപ്സ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഈ ടോണർ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കി നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഈ ഒരു സൈസുള്ള ഉരുളക്കിഴങ്ങ് നല്ല തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതൊരു ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നിങ്ങൾക്കിത് ചെറുകിയെടുക്കാൻ പറ്റുമെങ്കിൽ ചെറുകിയെടുത്താലും മതി. നമുക്ക് ഇതിൻ്റെ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അല്ലാന്നാണെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക കഷ്ണങ്ങൾ അവിടെ ഇടയായിട്ട് കിട്ടുക. നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം. സാധാരണ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ഇല്ലാണ്ടാണ് അടിക്കൽ. പക്ഷേ ഇതിൽ നമുക്ക് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ അനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ഒരു അരിപ്പയിൽ കൂടെ നന്നായി അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതിലോട്ട് അരിച്ചെടുക്കുക എന്നാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ വെള്ളം മാത്രം കിട്ടും. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടി വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ഉണ്ടല്ലോ, കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബാക്കി വെച്ച അര ഗ്ലാസ് വെള്ളം കൂടി എടുത്തത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കി എടുത്തതിന് ശേഷം ബാക്കി വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. എല്ലാന്നാണെങ്കിലും നമുക്കത് കട്ട കെട്ടാണ്ട് കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കോൺ സ്റ്റാർച്ച് ഇല്ലാത്തവർക്ക് പൊട്ടാറ്റോ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ആ ബാക്കിയുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അര ഗ്ലാസ് വെള്ളത്തോളം ഉണ്ട്, അത് കംപ്ലീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അടിയിൽ പിടിച്ചു പോരുത് കേട്ടോ, നന്നായിട്ട് പൊടി ഇളകണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിൽ ചെറിയ തീയിൽ വെക്കണം കേട്ടോ. ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നമ്മുടെ കോൺഫ്ലോർ നല്ലോണം ഇളക്കിയിട്ട് പാത്രത്തിലേക്ക് വെച്ചിട്ട് കൈ വിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതൊരു പേസ്റ്റ് പോലെ കിട്ടണം, അതായത് ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിലേക്ക് ഇത് കൈ വിടാണ്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടിക്ക് പിടിച്ചവും കട്ട പിടിച്ചവും പിന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തീ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കണ്ടോ, പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്താളിയാ. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ പാനിൻ്റെ ചൂടിൽ വെച്ചിട്ട് നന്നായി ഇതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടുക. ഇപ്പം കണ്ടോ, ഇത് നല്ലൊരു ക്രീമായിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടിയില്ലേ. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പൊട്ടാറ്റോൻ്റെ ജ്യൂസ് നന്നായി ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇളക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച് അടിയിൽ ഊറി നിൽക്കും. അപ്പോൾ അതെല്ലാം നമ്മുടെ മെയിനായിട്ടുള്ള സാധനമാണ്. അതെല്ലാം നമ്മുടെ ഈ സാധനത്തിലേക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അത് നല്ലോണം ഇളക്കിയിട്ട് വേണം ഈ ഒരു കോൺഫ്ലോറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേന്. ഇനി ഈ കോൺഫ്ലോറിലേക്ക് പൊട്ടാറ്റോ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ലോണം കലക്കിയെടുക്കണം. പിന്നെ ചൂടുള്ള കോൺഫ്ലോറിലേക്ക് ഒഴിച്ചാൽ അത് കട്ട കെട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് തണിയണം. അപ്പോൾ ഞാനിത് നമ്മളെ പൊട്ടാറ്റോ ജ്യൂസ് കംപ്ലീറ്റ് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ വേണം. അപ്പോൾ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആൽമണ്ടിൻ്റെ ഓയിലാണ്, ബദാം ഓയിൽ എന്ന് പറയും. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതൊരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഈ ഒരു പരുവാണ് നമുക്ക് കിട്ടുക. നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാട്, അതുപോലെ കരിവാളിപ്പ്, മുഖക്കുരു വന്ന പാട് എല്ലാം മാറാനും നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകൾ നീങ്ങാനും പിന്നെ വേറെന്താ നമ്മുടെ മുഖം നല്ല കളർ വരാനും സഹായിക്കുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സെറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
ഇനി ഞാനിതൊരു സെറം ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സെറം ബോട്ടിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിൽ ഒഴിച്ച് വെക്കുന്നവരായിരിക്കും നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഒന്നുകിൽ നല്ല പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുക, ക്വാളിറ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ തയ്യാറാക്കി വെക്കുക. ലോക്കൽ ബോട്ടിൽസിലൊന്നും ഇതൊന്നും തയ്യാറാക്കി വെക്കരുത്. ഇതൊരു 10 ദിവസത്തിനെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണെങ്കിൽ നമ്മൾ മുഖത്തേക്ക് അടിക്കുന്നേരം ആ ഒരു തണുപ്പും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ഫ്രഷ് ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ മുഖത്തേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മുഖത്ത് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ദിവസവും രാത്രി ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ നിങ്ങൾ മുഖമെല്ലാം കഴുകുന്ന സമയത്ത് മുഖമെല്ലാം കഴുകി നല്ല എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി ഉപയോഗിക്കുക. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അലോവേര ജെല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് സ്കിന്നിന് സൂട്ടാകുന്ന നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസർ ഏതാണോ എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ഡെയിലി യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് നല്ല എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.